പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ട് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. 2019 ഡിസംബറിൽ പാസാക്കിയ നിയമം, ആ നിയമ ഭേദഗതി അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കെ ഇത്രയും കാലം അത് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാതിരുന്ന സർക്കാർ, കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യം ഏതാണ്ട് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന ഏതാണോ ലക്ഷ്യം അത് കുറെ കൂടി വ്യക്തമാവുകയാണ്. അതായത് രാജ്യത്തെ വർഗീയമായി ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വിഭജിക്കുക എന്ന ലക്ഷ്യം കുറെ കൂടെ ഒരു ഇലക്ഷൻ മുൻനിർത്തി കുറെ കൂടെ ആഴത്തിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ഘട്ടത്തിൽ അത് എന്തിനു ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യന് അതിൽ തന്നെ മറുപടി ഉണ്ട് താനും. പക്ഷേ അത് എന്ത് ആഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതിനോടുണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതുമാണ്. ദ എയ്ഡം അപ്ഡേറ്റ് പ്രത്യേക എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ ഉള്ളത് ദ എയ്ഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററും ഇന്ത്യയിലെ സീനിയർ ജേർണലിസ്റ്റുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. സ്വാഗതം. നമ്മളിത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതൊരു ക്രൂഷ്യൽ പോയിന്റ്, അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അവിടെ വേറെ ചില സർക്കസുകളുണ്ടായിരുന്നു. പുൽവാമ അറ്റാക്കും അതിനുശേഷം നടന്ന ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന സംഗതികൾ ഏത് വിധത്തിലാണ് ആ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അതിന് സമാനമായ എന്നാൽ വേറൊരു ആസ്പെക്റ്റിലൂടെ അതേ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണോ ഇപ്പോൾ അത് ഇതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം? ഈ 2019 കമ്പാരിസൺ നിങ്ങൾ ഉയർത്തിയത് വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പുൽവാമ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ റണ്ണപ്പിലേക്ക് അതിൻ്റെ 1.5 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു BJPക്കകത്തും സംഘപരിവാറിനകത്തും ഉണ്ടായിരുന്നൊരു പൊതു സംഭവം, ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്. അതായിരിക്കും ഈ ഇലക്ഷനിലെ ഒരു പുൽവാമ ടൈപ്പ് ഒരു തരം ഗാൽവനൈസേഷൻ ഉണ്ടാക്കുന്ന, ഒരു തരത്തിൽ ജനങ്ങളെയും വോട്ടർമാരെയും ഒക്കെ പോളറൈസ് ചെയ്യുന്ന, ധ്രുവീകരിക്കുന്ന ഒരു സംഭവം എന്നായിരുന്നു കണക്കൂട്ടൽ. പക്ഷേ ഈ അയോധ്യ സംഭവം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലേക്കുള്ള ആൾക്കാരുടെ പോക്കും അതിൻ്റെ കണക്കും അതിൻ്റെ ആ ഒരു ആവേശവും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അത് ആ രീതിയിലുള്ള ഒരു സാധനമാവാൻ സാധ്യതയില്ല എന്നൊരു തോന്നൽ ചോദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കാണേണ്ട കാര്യമാണ്, ഇതൊക്കെ ഇങ്ങനെ ഈ വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ഏതാണ്ടൊരു 4-5 വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തതാണ് ഈ അയോധ്യയിലെ സംഭവം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അത് മാത്രമായിട്ട് അല്ല ഒരിക്കലും ഈ സംഘപരിവാറും BJPയും പ്ലാൻ ചെയ്തത്. ഒരിക്കലും ഒരു കലക്റ്റീവായിട്ട് പല തലങ്ങളിൽ നിന്ന് ഒരേ സമയം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ രൂപവും അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള, അതിനൊരു ക്രിയാത്മകമായിട്ടുള്ള രൂപവും അവർക്കുണ്ട്. അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ക്രിയാത്മകത അവർക്കുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ മറ്റു പാർട്ടികളിൽ നിന്ന്, അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 6 മാസം മുമ്പേ സംഘപരിവാറിനകത്തും BJPക്കകത്തുമുള്ള ഒരു കലശലായിട്ടുള്ള ഒരു ആശങ്ക, ഒറ്റ പാർട്ടി എന്ന നിലയിൽ സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. 303 സീറ്റാണ് BJPക്ക് ഈ കഴിഞ്ഞ ലോക്സഭയിലുള്ളത്, 2019. അപ്പോൾ അതിൽ നിന്ന് ഈ 270 നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല. അപ്പോൾ 6 മാസം മുമ്പ് വരെ ഈ ഒരു ആശങ്ക വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. 240 സീറ്റിലൊക്കെ നിന്ന് പോകും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ടാണ്, പ്രത്യേകിച്ചും കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയും കൂടെ വരികയും ചെയ്തത്. ഈ പറഞ്ഞിട്ടുള്ള ബീഹാറിലെ സമയത്ത് നിതീഷ് കുമാർ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ എല്ലായിടത്തും സീറ്റുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 240 നിന്ന് പോകുന്നത് ഘടകകക്ഷികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കൂട്ടമായി ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുക. ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് യാതൊരു വേരോട്ടും ഇല്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ആൾക്കാർ അവിടുന്ന് വിട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആരംഭിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒറ്റ പ്രോജക്റ്റിന് മാത്രം ഈ സംഘപരിവാർ മാറ്റിവെച്ച പൈസ ഏതാണ്ട് 4000 കോടി രൂപയാണെന്നാണ്. ആ പൈസ ഇപ്പം നമ്മളിപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട്സിൻ്റെ കണക്കും BJPയുടെ ഫണ്ടിൻ്റെ സംഭവമൊക്കെ മറ്റേ വ്യവസ്ഥാപിതമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന കണക്കുകൾക്കൊക്കെ അപ്പുറത്തുള്ളൊരു പൈസയാണ് ഈ പറഞ്ഞിട്ടുള്ള 4000 കോടി രൂപ എന്ന് പറഞ്ഞത്. അത് ആ കണക്കിൽ പെടുന്നതല്ല അത്. അപ്പം ഇപ്പം ഉത്തർപ്രദേശിൽ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തിടയിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് 4 MLA മാറിപ്പോയി. അതിൽ ചീഫ് വിപ്പായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏതാണ്ട് 18-20 കൊല്ലമായിട്ട് സമാജ്വാദി പാർട്ടിയുടെ ഉറച്ചു നിന്നൊരു ഒരു റായ്ബറേലിക്കാരനായിട്ടുള്ള ഒരു MLA,
അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി മാത്രം ഏതാണ്ട് 100 കോടി രൂപയാണ് ചിലവാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അതാണ് ഇതിൻ്റെ സെക്കൻഡ് സംഭവം. മൂന്നാമത്തെ, അപ്പോൾ ഇതെല്ലാം കൂടെ ക്യുമുലേറ്റീവായിട്ട് സംഘടിതമായിട്ട് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുൽവാമയ്ക്ക് തുല്യം നിൽക്കുന്ന ഒരു ഇമോട്ടീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും എല്ലാ ആൾക്കാരും, പിന്നെ പാർട്ടികളെ മൊത്തത്തായിട്ട് നിതീഷ് കുമാറിനെ മൊത്തത്തിൽ വരുത്തു, പിന്നെ രാഷ്ട്രീയ ലോക്ദളിനെ പൂർണ്ണമായിട്ട് എടുത്തു. അതിനൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ ഒരുതരം ഒരു ലാസ്റ്റ് മൈൽ പുഷാണ് ഈ CAA എന്ന് പറയുന്ന സംഭവം. ഇതിൻ്റെ ആഘാതം എന്തായിരിക്കും എന്നുള്ളതെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് ഇതൊരു എക്സ്ട്രീംലി ഡിവൈസീവായിട്ടുള്ള സാധനമാണ്. ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ഇതിൽ മുസ്ലിം എന്നുള്ള വാക്ക് ഇതിൻ്റെ റൂൾസിലോ ഇതിൻ്റെ നിയമത്തിൻ്റെ എവിടെയും പറയില്ലെങ്കിലും അത് പക്ഷേ വളരെ പ്രകടമായും മുസ്ലിംസിനെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് കാര്യം വ്യക്തമാണ്. എന്താ വെച്ചാൽ അത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ നെയ്ബറിംഗ് രാജ്യങ്ങളിലുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലുള്ള മൈനോറിറ്റികളെ സംരക്ഷിക്കാനും അവിടുന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ വരുന്ന ആൾക്കാരെ അവർക്കൊരു പൗരത്വത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്നുള്ള അതാണ് ഇതിൻ്റെ വാദം. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ടും ആന്തരികമായിട്ടും നമ്മുടെ ഇൻ്റർണൽ പോളിറ്റിക്സിൻ്റെ ലെവലിൽ ഇതൊരു അതിഭീകരമായ ഡിവൈസീവായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ രീതിയിൽ ഗാൽവനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള സാധനമാണെങ്കിലും ഇത് ആദ്യമായിട്ട് ഈ CAAയുടെ ഒരു മൈനർ രൂപം വന്നത് ആസാമിലാണ്. ആസാമിൽ അത് മുസ്ലിങ്ങളെ മാത്രമല്ല പ്രതികൂലമായി ബാധിച്ചത്, അത് വലിയ രീതിയിലുള്ള ഹിന്ദുക്കളിൽ തന്നെ പ്രത്യേകിച്ചും ദളിതരെയും പിന്നോക്ക ജാതി വിഭാഗങ്ങളെയും വളരെ ഭീകരമായ രീതിയിൽ മാർജിനലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ രീതിയിൽ BJP വിഭാവനം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് നീക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ ഈ മാർക്സ് പറഞ്ഞതുപോലെ അതിനെതിരായിട്ടുള്ള ശക്തിയും കൂടെ ഈ CAAക്കകത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രതികരണം. പക്ഷേ ഇത് എങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് BJP കൊണ്ടുവരും, അതിന് എത്ര ശക്തമായിട്ടും തീവ്രമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ആഘാതം. ഇത് പറയുമ്പോഴേ ഇപ്പോൾ 2019 ഇതിൻ്റെ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ആ പ്രതിഷേധ കാലത്താണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും കുപ്രസിദ്ധമായൊരു പ്രസംഗം വരുന്നത്. നിങ്ങൾ അക്രമികളെ നോക്കുക, അവരെ വേഷം കണ്ട് തിരിച്ചറിയാം എന്ന് പറയുന്ന പ്രസംഗം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ചട്ടം ഭേദഗതി ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയും BJPയും RSSും ഒക്കെ സമാനമായൊരു പ്രതിഷേധം ഇന്ത്യൻ തെരുവുകളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം സാധ്യമാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇത് BJPയുടെയും സംഘപരിവാറിൻ്റെയും കാൽക്കുലേഷനിൽ അവർ നടത്തുന്ന കണക്കുകൂട്ടലുകളിൽ തീർച്ചയായിട്ടും അവർ ഈ ഗ്രൗണ്ടിൽ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രചാരണം, ഈ പ്രാണപ്രതിഷ്ഠയെ മുസ്ലിങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള വരുന്ന ഭക്തന്മാരെ മുസ്ലിങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രചാരണം ആന്തരികമായിട്ട് സംഘപരിവാറിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് ഞാനടക്കമുള്ള ആൾക്കാരുടെ അടുത്ത് ആ പ്രചാരണം എത്തുകയും ചെയ്തതാണ്. ബേസിക്കലി ഒരു മർമറിങ് ക്യാമ്പയിൻ ആയിരുന്നു, പക്ഷേ അത് എത്തുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഇപ്പോൾ ആസാമിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടൻ വിജയെ പോലുള്ള ആൾ വളരെ വളരെ ശക്തമായിട്ടും രൂക്ഷമായിട്ടും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കി, ഒരു പോളറൈസിങ് ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ആലോചനയുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും BJP കണക്കാക്കുന്നുണ്ടാവും. പക്ഷേ ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് BJPയുടെ സഖ്യകക്ഷിയായി നിൽക്കുകയും പിന്നീട് BJPയുടെ എതിർകക്ഷിയായി നിൽക്കുകയും ഒക്കെ മാറിയിട്ടുള്ള, പിന്നീട് വീണ്ടും സഖ്യകക്ഷിയായി മാറിയ നിതീഷ് കുമാറിനെ പോലുള്ള ആൾക്കാർ ഈ CAAക്കെതിരായിട്ടുള്ള നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് പൂർണ്ണമായിട്ടും ഇല്ലാതെ ഇപ്പോൾ ഏതാണ്ട് ഒരു കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളുടെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫർമമെൻറ്റിൻ്റെ അകത്ത് നിന്ന് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം എത്ര ഉണ്ടാവുമെന്ന് കണ്ടറിയണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇപ്പോൾ 2019 ഞാൻ ഒന്നുകൂടെ പറയുന്നത്, 2019 ഇപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടായൊരു സമരങ്ങളുടെ ഒരു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും, ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും ഈ സമരത്തിൻ്റെ ഭാഗമാവുകയും ഈ സമരത്തിന് വലിയ ഊർജം പകരുകയും ചെയ്തിരുന്നു. രാജ്യത്ത് പല ഭാഗത്തും അതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇതിനെ ഈ വിധത്തിലുള്ള ഒരു സെക്യുലർ മൂവ്മെൻറ്റായി ഇത് പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെ ആണെങ്കിൽ പോലും ഇത് രാജ്യത്തിൻ്റെ ഒരു സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാൻ പാകത്തിലുള്ള ഒരു നിയമ ഭേദഗതിയും അതിൻ്റെ ചട്ടങ്ങളുമാണ്
ഇതിനെ പിന്തുടർന്ന് വരാനിരിക്കുന്നത് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രിയും NRCയുമാണ്. അത് വലിയ അപകടങ്ങളിലേക്കാണ് പോകുക എന്നുള്ളൊരു ഒരു തീമിൽ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യത്തൊരു സെക്കുലർ പൊളിറ്റി അതിനോട് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അവരിത് ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അഭികാമ്യമായ കാര്യം. ഏറ്റവും കറക്റ്റായിട്ടുള്ള സാധനം അതാണ്. അതായത് ഇത് നമ്മൾ ഈ മൈനോറിറ്റി പോളിറ്റിക്സിനെ പറ്റി എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള വലിയൊരു ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റ് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഇപ്പോഴല്ല, ഇപ്പം ഈ അയോധ്യ പ്രസ്ഥാനം ഈ BJP കൊണ്ടു നടക്കുന്ന കാലം മുതൽ തന്നെ, അതായത് 1980കളുടെ മധ്യകാലം മുതൽ തന്നെ ഈ മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്കുലർ സൊസൈറ്റിയിൽ ആരാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ സയ്യിദ് ഷഹാബുദ്ദീനൊക്കെ അതിൻ്റെ ആ ഉത്തരവാദിത്വം മുസ്ലിംസ് തന്നെ അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി തന്നെ, ന്യൂനപക്ഷങ്ങൾ ആരായാലും, അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും, അവർ സ്വന്തമായിട്ട് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ. ഈ മതനിരപേക്ഷത പറയുന്ന മറ്റുള്ള പാർട്ടികൾ, ഹിന്ദുക്കൾ നയിക്കുന്ന പാർട്ടികളൊന്നും ആ രീതിയിൽ വേണ്ടത്ര രീതിയിൽ ഈ മൈനോറിറ്റിയുടെ പ്രശ്നങ്ങളും അവരുടെ റൈറ്റ്സിൻ്റെ സംഭവങ്ങളും ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലാത്ത ആൾക്കാരാണെന്ന് പറയുന്ന ഒരു നിലപാട് ഒരു ഭാഗത്തും, മുലായം സിംഗ് യാദവിനെ പോലുള്ള ആൾക്കാർ പ്രതിദാനം ചെയ്ത് അല്ല ഈ സമരം ചെയ്യേണ്ടത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. ഇതിൽ ഞാൻ ആ കാലം മുതലേ ഞാൻ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിന് മാത്രമേ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിച്ച ഒരാളാണ്. ഇപ്പോഴും എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. താങ്കൾ എന്നോടിപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ലാർജറായിട്ടുള്ള പെർസ്പെക്റ്റീവ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പം ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു സെക്കുലർ പോളിറ്റി, ഇപ്പം ഞാൻ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള ഡിവിഷൻ അപ്പുറം മാറ്റി നിർത്തിയിട്ട് ഈ നമ്മുടെ സെക്കുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള മതനിരപേക്ഷത്തിൽ ഇതിൽ വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും വ്യക്തികളുമൊക്കെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള, നിങ്ങൾ പറഞ്ഞ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള ഈ സാധനം CAA, NPR, NRC എന്ന് പറയുന്ന ഈ 3 ഘട്ടങ്ങളായിട്ടുള്ള ഈ പ്രക്രിയ എന്ത് തരത്തിലുള്ള ആഘാതമാണ്, എന്ത് തരത്തിലുള്ള ദോഷമാണ് ഈ നാട്ടിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇതൊരു പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒരു പരിധിവരെ കർണാടകത്തിലോ ഒക്കെ ഇതിനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ അപ്പുറത്തേക്ക് പോയി ഇപ്പോൾ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതിന് വലിയ ലിമിറ്റേഷൻ ഉണ്ടാകും. ഇപ്പോൾ മുലായം സിംഗ് യാദവിൻ്റെ കാര്യം, ഇപ്പോൾ അയോധ്യ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ആ ഫോഴ്സസിന് ഇപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിൽ അത്രത്തോളം സ്വാധീനമുണ്ടോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇത് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ ഈ ഡിവിഷൻ, അതായത് ഇതിനെ എതിർക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഭേദഗതിയെ എതിർക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക BJPക്കോ സംഘപരിവാരത്തിനോ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? ഇപ്പോൾ അസമിലെ കാര്യം സൂചിപ്പിച്ചല്ലോ. അസമിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ പോപ്പുലേഷൻ രജിസ്ട്രി ഉണ്ടാക്കിയപ്പോൾ, NRC ഉണ്ടാക്കിയപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടുത്തെ ദളിതുകളും മറ്റ് പാർശ്വവൽകൃത ജനവിഭാഗങ്ങളും അതിൻ്റെ പരിധിയിൽ വരികയും അവർ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നത്. ഇതേ കാര്യങ്ങൾ ഒരുപക്ഷെ ഉത്തർപ്രദേശിലും അതേ തോതിൽ പ്രചരിപ്പിക്കാൻ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് സാധിക്കുമോ? അല്ല, ഇതൊരു വലിയ ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഒരു ഉടൻ മറുപടി ഇല്ല. എനിക്കത് ഈ പറകാല പ്രഭാകർ അദ്ദേഹത്തിൻ്റെ സമീപകാലമുള്ള പ്രഭാഷണങ്ങളിലും ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ 80കളിലും 90കളിലും അയോധ്യ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്വാനി അടക്കമുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമായിരുന്നു സ്യൂഡോ സെക്യുലറിസം. എന്നുവെച്ചാൽ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള സെക്യുലറിസ്റ്റുകൾ, മതനിരപേക്ഷ ആൾക്കാർ, മറ്റുള്ളവർ ഈ മുസ്ലിം അപ്പീസ്മെൻറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് കാണിക്കുന്ന അവരാണ്, അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ മതനിരപേക്ഷവാദികൾ എന്നുള്ള ഒരു സംഭവം. പക്ഷെ അവിടെ നിന്ന് മാറി, നമ്മൾ ആ 90കളിൽ നിന്ന് മാറി ഇപ്പം ഈ 2020കളിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഉള്ള സ്ഥിതിവിശേഷം എന്താ വെച്ചാൽ ഞങ്ങളും ഹിന്ദുക്കളാണ് എന്ന് ഈ മതനിരപേക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാവരും സ്ഥാപിക്കാനും അങ്ങനെ പറയുകയും അങ്ങനെ സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷനാണ് എന്ന് ഈ കഴിഞ്ഞൊരു 30-40 വർഷത്തിനുണ്ടായിട്ടുള്ളൊരു വലിയ ഡിഫറൻസിയേഷൻ നമ്മുടെ ഈ മതനിരപേക്ഷ സെക്യുലർ പോളിറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ മതനിരപേക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ചില ആൾക്കാരുടെ ലീഡർഷിപ്പിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പം അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ, തേജസ്വി യാദവ് ബീഹാറിൽ. ചില തേജസ്വി ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഉണ്ടാക്കിയ കൂട്ടുകെട്ടിന് സമാനമായിട്ടൊരു കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. വെച്ചാൽ അവിടെ കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷ കക്ഷികളുണ്ട്,
പിന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. സമാനമായ രീതിയിൽ വലിയൊരു കൂട്ടായ്മയാണ് തേജസ്വി യാദവ് ഉണ്ടാക്കിയത്. അതുപോലെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുണ്ടായിട്ടുള്ള സഖ്യം, അവിടെയൊക്കെ ഈ അഖിലേഷിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ, ദളിത് റെപ്രസെൻറ്റേഷൻ, ബാക്ക്വേർഡ് കാസ്റ്റ് റെപ്രസെൻറ്റേഷൻ, മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റ് റെപ്രസെൻറ്റേഷൻ, അതൊക്കെ അവരുടെ പാർട്ടി സ്ട്രക്ചറിനകത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ശ്രമം കുറേ കാലമേ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ, ഒരു തുടർച്ച ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തേജസ്വി തീർച്ചയായും അദ്ദേഹം ഗ്രാസ് റൂട്ട്സിൽ വളരെ സജീവമായിട്ട് ഈ കാര്യത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് എൻ്റെ ഈ രാഷ്ട്രീയ പത്രപ്രവർത്തന ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും സ്റ്റാർക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ 92 ഡിസംബറിൽ പള്ളി പൊളിച്ച ശേഷം 93 ജനുവരി മാസത്തിൽ മുലായം സിംഗ് യാദവുമായിട്ടൊരു 1-to-1 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഈ ഹിന്ദുത്വയുടെ പാൻ ഹിന്ദു ഏകീകൃത ഹിന്ദു സ്വത്വം, രാഷ്ട്രീയ ഹിന്ദു സ്വത്വം ഉണ്ടാക്കുക എന്നുള്ള ആ അജണ്ട അത് വലിയ രീതിയിൽ വിജയിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പള്ളി വിളിക്കാൻ വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള ദക്ഷിണേന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ എന്നോട് മുലായം സിംഗ് ചോദിച്ചൊരു ചോദ്യം, താൻ ലോഹിയ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ നീ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നീ വായിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ പേടി ഉണ്ടാവില്ല. അപ്പോൾ ചോദിച്ചു, എന്താണത്? പറഞ്ഞു, നമ്മുടെ ഈ ഹിന്ദു സമുദായം ഒരിക്കലും അങ്ങനെ ഒരു ഏകീകൃത ഹിന്ദു സ്വത്തുമായിട്ട് മാറാനുള്ള വകുപ്പില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ജാതി വൈജാത്യങ്ങൾ അത്ര ഭീകരമാണ്, അത് അത്രമാത്രം രൂക്ഷവും തീവ്രവും ഒരു മർദ്ദനോപാധിയാണ്. അതുകൊണ്ട് നീ പോയി പഠിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ആ മീറ്റിംഗ് അവസാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയുമായിട്ടുള്ള സഖ്യമുണ്ടാവുകയും അയോധ്യയിലെ പള്ളി പൊളിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഒരു പെർസെപ്ഷൻ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രീം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ലോഹിയൊക്കെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ധാരയാണ്. അപ്പം ആ ധാരയിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ആ ധാരയിൽ ഒരുപാട് കറപ്ഷൻ, ഒരുപാട് കോംപ്രമൈസസ് ഉണ്ടായി. ഇപ്പം നിതീഷ് കുമാറിനെ പോലെ ഉള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധികളാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, CAA പോലുള്ള ഒരു ഡിവൈസീവായിട്ടുള്ളൊരു അജണ്ട മുന്നോട്ട് നീക്കുന്ന സമയത്ത് അതിനെ സബോട്ടേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബീജങ്ങളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയുമ്പോഴേ, ഇപ്പോൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് കടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ബീഹാറിൽ കാസ്റ്റ് സെൻസസിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ അതുണ്ടാക്കിയ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അതായത് ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതിൻ്റെ കണക്ക് 930 ശേഷം ഇതുവരെ കൃത്യം കണക്കില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ചൊക്കെയുള്ള ഡിബേറ്റ്സ് വന്നിരുന്നു. അന്ന് ഇത് വലിയ തോതിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമാകും എന്ന് വിചാരിച്ചെങ്കിലും കോൺഗ്രസ് രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ മധ്യപ്രദേശിലോ അത് അത്രത്തോളം വലിയ വിഷയമാക്കിയില്ല. പക്ഷേ അതിനുശേഷം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഈ ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരധികാരത്തിൽ വന്നാൽ അത് നടത്തും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ കണ്ടു. അവരുടെ പ്രകടനപത്രിക വന്നിട്ടില്ല, അതിനുണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അത് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊരു ചലഞ്ചായി BJPയുടെ മുമ്പിലുണ്ട്. ഈ ജാതി സെൻസസ് നടപ്പാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നടപ്പാക്കും എന്നുള്ളൊരു വാഗ്ദാനം വയ്ക്കുന്നത് BJPയുടെ മുമ്പിൽ ഒരു ചലഞ്ചായിട്ടുണ്ട്. എങ്ങനെയാണോ 89 മുതൽ 91 വരെയുള്ള കാലത്ത്, അല്ലെങ്കിൽ 92 വരെയുള്ള കാലത്ത് അയോധ്യ മൂവ്മെൻറ്റിന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒരു തടയായി നിന്നത്, അല്ലെങ്കിൽ ആ ഡിവിസീവ് പൊളിറ്റിക്സിനെ എങ്ങനെയാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് VP സിംഗ് തടഞ്ഞത് എന്നുള്ളതിൻ്റെ ചരിത്രവും അവിടെയുണ്ട്. അപ്പോൾ ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു അജണ്ട മുമ്പോട്ട് വയ്ക്കുന്നതിന് തടയിടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടോ ഇപ്പോൾ ഈ CAAയുടെ ചട്ടങ്ങൾ? അല്ല, അത് ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ട് സംഘപരിവാറിൻ്റെ ഒരു കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം എന്ന് വെച്ചാൽ, ഒരു 100 വർഷത്തെ പ്രോജക്റ്റ് ഒരുപാട്, ആ 100 വർഷത്തിന് ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ടാണ് അവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നത്. അല്ലെങ്കിൽ തിരിച്ചടികളോട് തിരിച്ചടികളായിരുന്നു. ആ തിരിച്ചടികളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ പേരാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. അത് എൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രാമേന്ദ്ര പരമഹംസമായിട്ടുള്ള അയോധ്യയുടെ ഈ രാമക്ഷേത്ര മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ നേതാക്കന്മാരൊരാളായിരുന്ന അദ്ദേഹം പറഞ്ഞ പോലെ കാം ജാരി ഹേ എന്ന് 93 തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്ന് പറയുന്നത് കാം ജാരി ഹേ, ഞങ്ങൾക്ക് ഈ തോൽവി എന്നൊരു പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ ഒരു വളരെ സമഗ്രമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉള്ളൊരു സാധനമാണ് ഈ കോംപ്രിഹെൻസീവ് ഹിന്ദുത്വ പ്രോജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് വെച്ചാൽ ഈ മൾട്ടി ഹെഡഡ് ആയിട്ടുള്ളൊരു ഡ്രാഗൺ, ആ ഡ്രാഗണിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. അതിൽ പ്രാൺപ്രതിഷ്ഠയുണ്ട്, അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ വലിക്കുന്നതുണ്ട്, അതിന് ഏതറ്റം വരെയും പോകുന്ന സംഭവമുണ്ട്. പിന്നെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള പൈസ സംഭരിക്കാൻ വേണ്ടി ഡിമോണിറ്റൈസേഷൻ പോലെയുള്ള സർക്കാർ നടപടികളെ ഉപയോഗിക്കുന്നതിൻ്റെ സ്ഥിതിവിശേഷമുണ്ട്.
അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഉള്ള ഇലക്ട്രൽ ബോണ്ട് പോലുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും ചെറിയ ഇപ്പം കിട്ടുന്ന തിരിച്ചടികളൊക്കെ വളരെ മൈനറായിട്ടുള്ള തിരിച്ചടികളാണ്. പക്ഷേ ഇതിനേക്കാളും എത്രയോ ഭീകരമായ തിരിച്ചടികൾ മറികടന്ന് വന്നിട്ടുള്ളൊരു ഒരു മൂവ്മെൻറ്റാണ്, ഒരു പ്രോജക്റ്റാണ് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായും ഈ മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻസിൻ്റെ ആ ദിശയിലേക്ക് വി പി സിംഗ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അയോധ്യയിലെ ഈ പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭം തീവ്രമാക്കിയതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇത് എത്രമാത്രം ശക്തമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്കും കേന്ദ്രഭരണത്തിൻ്റെയും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലുള്ള ബി ജെ പി സർക്കാരുകൾക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും എത്രമാത്രം കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം പറയുന്നു ഞങ്ങൾ ഇത് നടപ്പാക്കില്ല. അത് പൗരത്വ നിയമ ഭേദഗതി വന്ന കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ഞങ്ങളിത് നടപ്പാക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമ്പോഴും പറയുന്നു ഞങ്ങളിത് നടപ്പാക്കില്ല. നിയമപരമായ ഒരു പക്ഷേ കേന്ദ്രം ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു. പൗരത്വം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനം ഈ പറയുന്നത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, പൊളിറ്റിക്കലായിട്ട് അതിനെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമായിട്ട് കണ്ടാൽ മതിയോ? അല്ല, അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതായത് നിയമപരമായിട്ട് പരിശോധിച്ച് ഈ നിയമത്തിൻ്റെ മാത്രം വഴിയിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഉണ്ടാക്കിയുള്ള നിയമം നടപ്പാക്കില്ല എന്ന് സംസ്ഥാനത്തിന് പറയാൻ പറ്റില്ല. പക്ഷേ സംസ്ഥാനത്തിന് ഉപയോഗിക്കാവുന്ന കുറേ വാദങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ നിയമത്തിൻ്റെ CAA നിയമത്തിലുണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു കൃത്യമായിട്ടും ഒരു കമ്മ്യൂണൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ മുസ്ലിം എന്നൊരു വാക്കൊഴിച്ച് വേറെ എല്ലാ കമ്മ്യൂണിറ്റീസിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. ഹിന്ദുക്കളെ പറ്റി പരാമർശിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ പറ്റി പരാമർശിക്കുന്നുണ്ട്, ജൈനന്മാരെ പറ്റി, ബുദ്ധിസ്റ്റുകളെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. മുസ്ലിം എന്ന് പറയുന്നൊരു വാക്ക് മാത്രമല്ല. അത് മാത്രമല്ല, ഇതിൻ്റെ നിയമത്തിൻ്റെ ഒരു പ്രമൈസ് എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശിലൊക്കെ അവിടുത്തെ മൈനോറിറ്റീസിൽപ്പെട്ട ആൾക്കാർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്നൊരു സംഭവമാണെന്നാണ് ഇതിൻ്റെ ഒരു ഫേസ് വാല്യൂലുള്ള ഒരു വാദം. പക്ഷേ എനിക്ക് തോന്നുന്നത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ സമയത്ത് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം കേരളത്തിൽ CPM ഗവൺമെൻറ് ആയാലും തമിഴ്നാട്ടിൽ DMKയുടെ ഗവൺമെൻറ് ഇവരൊക്കെയാണ് ഇപ്പം വളരെ പ്രധാനമായിട്ടും ഇത് എടുത്തു പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. അവർക്കിപ്പം പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഹിന്ദുവിന് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിന് അവർക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. അവരാകൂടെ പറഞ്ഞു വെച്ചാൽ അവിടുത്തെ ഒരു മുസ്ലിം വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അയാൾക്കും കൊടുക്കണം എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ അത് അങ്ങനെ ഒരു സാധനം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവിടുത്തെ ഒരു മുസ്ലിം കേരളത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ റദ്ദാക്കാനുള്ള നിയമപരമായിട്ടുള്ള സാധ്യത ഈ നിയമം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിലായാലും തമിഴ്നാട്ടിലായിട്ടുള്ള സർക്കാരുകൾക്ക് ഇവിടെ വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു പൊസിഷൻ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പോസ്റ്റർ ഞങ്ങൾ CA നടപ്പാക്കില്ല എന്ന് പറയുന്നത് അത് പറയുന്നതും ശരിയാണ്. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള സംഭവത്തിൽ വരുന്ന സമയത്ത് ദേ വിൽ ഗിവ് സിറ്റിസൺഷിപ്പ് ടു വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിറ്റിസൺഷിപ്പ് ചോദിച്ചു വരുന്ന എല്ലാവർക്കും കൊടുക്കും എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഫിലോസഫിക്കൽ പ്രൊമൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായും അതൊരു പൊളിറ്റിക്കൽ പോസ്റ്ററിങ് എന്ന നിലയ്ക്ക് ഒരു ശരിയായിട്ടുള്ള പോസ്റ്ററിങ് ആണെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഇതിപ്പോൾ ഇതിന് അത് CAA വന്ന കാലത്തും ഇപ്പോഴും സംഘപരിവാരവും BJPയും വയ്ക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം മൂലം ഇന്ത്യയിലുള്ള ഒരു പൗരന്മാർക്കും അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി മൂലമോ ഈ ചട്ടങ്ങൾ മൂലമോ ഇന്ത്യയിലുള്ള ഒരു പൗരന്മാർക്കും ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല, ആരുടെ പൗരത്വവും റദ്ദാക്കപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിതിനെ എതിർക്കുന്നത്? നിങ്ങൾ എതിർക്കുന്നത് തന്നെ വിഭാഗീയത ഉണ്ടാക്കാനാണ് എന്നൊരു ആർഗ്യുമെൻറ്റ് BJP വയ്ക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഈ CAAയും അതിൻ്റെ വിജ്ഞാപനവും മാത്രമായി നിർത്തുമ്പോൾ ഈ പറയുന്ന ആർഗ്യുമെൻ്റ് ഒരു പക്ഷേ ശരിയായിരിക്കും. അതിൻ്റെ തുടർച്ചയായി വരാനിരിക്കുന്ന കാര്യങ്ങൾ അവർ മറച്ചു വയ്ക്കുകയും ചെയ്തു. അതാണോ ഇതിനകത്തുള്ള പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഈ റെട്ടറിക്കിൻ്റെ കാര്യത്തിൽ ഈ സംഘപരിവാറിനെയും ഹിന്ദുത്വം കഴിച്ചിട്ട് മാത്രമേ ആൾക്കാരുള്ളൂ. അവർക്ക് ഈ പറഞ്ഞ ഈ വാചോടമ്പത്തിൻ്റെ രാജാക്കന്മാരാണല്ലോ. പക്ഷെ നമ്മൾ ആസാമിൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ആരെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഇത് അവിടെ കൂടുതലായി ഇമ്പാക്റ്റ് ചെയ്യപ്പെട്ടത് നോൺ മുസ്ലിംസാണ്. ഇത് നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ 50% കൂടുതൽ പിന്നെ ഈ അവിടുത്തെ ഈ NRC മൂവ്മെൻറ്റ് കാരണം അവിടെ 50% കൂടുതൽ ഏതാണ്ട് 60% ബാധിക്കപ്പെട്ടത് നോൺ മുസ്ലിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അസമിൽ. അപ്പോൾ അതുകൊണ്ട് ബേസിക്കായിട്ട് അത് റെട്ടറിക്കിന് കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇത് വളരെ ഡിവൈസീവാണ്, ഭയങ്കരമായ രീതിയിൽ ഹാംഫുള്ളാണ്. ഈ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. അത് റൈറ്റുകൾക്ക് മനുഷ്യൻ്റെ സിറ്റിസൻ്റെ പൗരൻ്റെ റൈറ്റ്സിന് വേണ്ടിയുള്ള റൈറ്റാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അയാൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള
ഒരു അവകാശമാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുമുള്ള അവകാശമാണ് സിറ്റിസൺഷിപ്പ്. അപ്പോൾ അങ്ങനെ ഒരു പ്രമൈസുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ അവർ ഇന്ത്യക്കാരായാലോ പുറത്തുനിന്നുള്ള ആൾക്കാരായാലോ അവിടെ നിന്ന് വരുന്ന നോൺ മുസ്ലിംസിന് സിറ്റിസൺഷിപ്പ് കൊടുക്കാം, അവിടെ നിന്ന് വരുന്ന മുസ്ലിമിന് അയാൾ അവിടുത്തെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണെന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ എന്ത് തരത്തിലുള്ള സിറ്റിസൺഷിപ്പിൻ്റെ കോൺസെപ്റ്റിൽ എവിടെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ കോൺസെപ്റ്റിൻ്റെ പരിധിയിൽ എവിടെയാണത് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതൊരു വലിയ ഫിലോസഫിക്കലായിട്ടുള്ള ചോദ്യമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് അതിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യം ചോദിക്കാതെ ഒരു ഡിവൈസീവായിട്ടുള്ള ഒരു കാര്യത്തെ മുന്നോട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ആധാരം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള സംഘപരിവാറിൻ്റെ വിഭാവനം എന്താണോ ആ വിഭാവനം, അതായത് നമ്മുടെ ഭരണഘടന ഉണ്ടായ സമയത്ത് ഇതൊരു മനുസ്മൃതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭരണഘടനയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ള നേതാക്കന്മാരുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ പതാക ഈ മൂന്ന് നിറങ്ങളുള്ള പതാക ഒരു ശരിയല്ലാത്ത പതാകയാണെന്ന് പറഞ്ഞ ആൾക്കാരുള്ള ഒരു സംഘമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ആ ഒരു ഫിലോസഫിയുടെ റിഫ്ലക്ഷനാണ് കാണുന്നത്. തീർച്ചയായും സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന നമ്മുടെ മൂല്യങ്ങളുടെയൊക്കെ നിരാകരണമാണിത്. കംപ്ലീറ്റ് ആയിട്ടുള്ള റിജക്ഷൻ ഓഫ് ദ വാല്യൂസ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. അത് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നടപ്പാക്കാൻ ഇപ്പോൾ ചട്ടങ്ങൾ വരുന്നു. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നിയമ ഭേദഗതി വരുന്ന കാലത്ത് തന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നത്. ഇത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് അസമാണ്. ഡെഫിനറ്റ്ലി അസമിൽ അതിൻ്റെ പ്രക്രിയ ഏതാണ്ട് പൂർത്തിയായി, അതിൻ്റെ അപ്പീലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം. NRC പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നത് ബംഗാളാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നൊരു ഇലക്ഷനിൽ ബംഗാൾ ഓഫ് കോഴ്സ് BJPയുടെ ഒരു ടാർഗറ്റാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അവർ 18 സീറ്റിൽ ജയിക്കുന്നു. പിന്നെ നിയമസഭ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം കാഴ്ചവെക്കുന്നു. പക്ഷേ തൃണമൂൽ ജയിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബംഗാൾ അവരുടെ ഒരു ടാർഗറ്റാണ്. മറ്റിടങ്ങളിൽ ഒരുപക്ഷെ നഷ്ടമായേക്കാവുന്ന സീറ്റ് ബംഗാളിൽ നിന്ന് എടുക്കാം എന്നവരൊരു പക്ഷേ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ബംഗാളിൽ ഇത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ ഇതിൻ്റെ ഒരു ഡിവൈസീവ് ആയിട്ടുള്ള ഒരു സാധ്യത അത് നമ്മൾ പൂർണ്ണമായിട്ടും അത് കാണേണ്ടതുണ്ട്. അതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാകാൻ പോകുന്നത് എന്ത് രീതിയിലാണ് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗോതയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പക്ഷേ അവിടെ ഇപ്പുറത്ത് ബംഗാളിനെ പോലുള്ള സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഉള്ളത് ഈ മമതയെ പോലെ സ്പിരിറ്റഡായിട്ട് ഗ്രാസ് റൂട്ട്സിൽ ഒരു ഏകാംഗ സൈന്യത്തെ പോലെ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പ്രതിയോഗിയായിട്ട് അവിടെ BJPക്ക് ഉള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അപ്പോൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് മിനിമം 25 സീറ്റ് പശ്ചിമ ബംഗാളിൽ ജയിക്കണം എന്നുള്ളതാണ് ഒരു കണക്കൂട്ടൽ. അത് എത്രമാത്രം സാധ്യമാണെന്ന് എനിക്കറിഞ്ഞൂടാ. പ്രത്യേകിച്ചും ഈ ഇതിൻ്റെ പ്രചാരണം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇറക്കി വിട്ടതുകൊണ്ട് മാത്രം വിഭാഗീയത ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ വിഭാഗീയത അങ്ങനെ ഉണ്ടാക്കണമല്ലോ. വിഭാഗീയത ഇതിൻ്റെ മുകളിൽ പ്രചരിപ്പിച്ചുണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗീയത പ്രചരിപ്പിച്ചുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ബംഗാളിൽ ഡെവലപ്പ് ചെയ്യാൻ മമതയെപ്പോലെ വളരെ വിഷ്യസായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും വൈബ്രൻ്റ് ആയിട്ടും ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു ആൾ അപ്പുറത്തുണ്ട് എന്നുള്ള സ്ഥിതിക്ക് അത് എത്രമാത്രം നടക്കും എന്ന് ഞാനിപ്പോഴും അതിൻ്റെ മുകളിൽ ചോദ്യചിഹ്നം തന്നെ നിലനിർത്തുള്ളൂ. ഇപ്പോൾ ഇത് ഇന്നലെയാണ് ഇതിൻ്റെ വിജ്ഞാപനം വരുന്നത്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് നോക്കുമ്പോൾ നമ്മളുടെ ഒരു സെക്യുലർ പൊളിറ്റി വേണ്ട വിധത്തിൽ ഇതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് ടു ഏർലി ടു സേ. ഉദാഹരണത്തിന് CAA നമ്മൾ ആദ്യമായിട്ട് വന്ന സമയത്ത് ആ സമയത്തുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളും അതും ഒരു പൊടുന്നനെ പൊട്ടി പുറപ്പെട്ടതല്ല. അത് ഒരു ഗ്രാജുവലായിട്ടാണ് ആ സാധനം വന്നത്. എനിക്ക് വന്നത് ഇനീഷ്യൽ റിയാക്ഷൻസിൽ പിന്നെ ഇതിപ്പം 24 മണിക്കൂറിന് ആവുന്നതിന് മുമ്പാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകർ നിലയിൽ രാഷ്ട്രീയ പത്രപ്രവർത്തകർ നിലയിൽ നമ്മൾ അങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തുന്നതും ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപാട് ചേണിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദിസ് ക്യാൻ ആക്ച്വലി ഇതൊരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള മൂവായിട്ട് മാറാൻ പോലും BJPക്ക് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള മൂവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിതീഷിനെ പോലെയുള്ള ആൾക്കാർ അവരുടെ സ്വന്തം കോർ കോൺസ്റ്റിറ്റ്യുവൻസി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇത് അവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള NDA സഖ്യത്തിൽ ഒരു ചെറിയ ചേണിങ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ജമ്മു കാശ്മീരിലൊക്കെയുള്ള അവിടുത്തെ ചില പാർട്ടികളൊക്കെ ആകർഷിക്കാൻ വേണ്ടി BJP ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നടത്തുന്നതിനിടയിൽ ഇതും അതിൻ്റെ ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള സാധനമായിട്ട് മാറാണ്. അതുകൊണ്ട്
നമ്മൾ ഈ സെക്യുലർ പോളിറ്റിയുടെ റിയാക്ഷൻ എന്താണ്, സെക്യുലർ ലീഡർഷിപ്പിൻ്റെ റിയാക്ഷൻ എന്താണ് എന്നുള്ള ആ ചോദ്യത്തിലേക്ക് തൽക്കാലത്തേക്ക് ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യുന്നവരെ കാത്തുനിട്ടേ നമ്മൾ കടക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വേറൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ഇപ്പോൾ കർഷകരുടെ വലിയ സമരം നടക്കുന്നു. അതിനെതിരെ കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിക്കുന്നു, റബ്ബർ ബുള്ളറ്റ് പ്രയോഗിക്കുന്നു, പെല്ലറ്റ്സ് പ്രയോഗിക്കുന്നു, അവിടെ ആളുകൾ മരിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള അതിഭീകരമായിട്ടുള്ള ആശങ്കകൾ വരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് മെയിൻ സ്ട്രീം മീഡിയ അല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നത് തൊഴിലില്ലായ്മ അവിടെ ഒരു വലിയ ഫാക്ടറായിട്ടുണ്ട്, അത് ജനങ്ങൾ യുവാക്കളത് പറയുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊഴിലില്ലായ്മ ഏറ്റവും വലിയ ഘടകമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ തൊഴിലില്ലായ്മയുടെ പ്രശ്നം വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ടില്ല എന്നിപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാം. നമ്മൾ ഈ CAA പറ്റി നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പേ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വിഷയം ഇന്ത്യയിൽ ഇപ്പം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട രീതിയിൽ നമ്മുടെ സെക്യുലർ പോളിറ്റിക്സ്, പ്രതിപക്ഷ രാഷ്ട്രീയം വേണ്ടത്ര ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായമില്ലാതെ പാർലമെൻറ്റൊക്കെ അവർ ഉന്നയിച്ച മുദ്രാവാക്യം തൊഴിലില്ലായ്മയായിരുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ തൊഴിലില്ലായ്മ എന്നുള്ളൊരു വലിയൊരു ഘടകമാണ്, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. പ്രത്യേകിച്ചും ഈ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന സർക്കാർ പരീക്ഷകളുടെ അതിൻ്റെ അപഹാസ്യത. ഈ 3 പ്രാവശ്യം അടുത്തടുത്ത ദിവസങ്ങളിൽ പരീക്ഷ വെച്ചിട്ട് 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവെന്ന് പറഞ്ഞാൽ അതിൽ ഒരു 30 പൊസിഷൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഏതാണ്ട് 40-45 ലക്ഷം പേരാണ്. അതെ. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഈ CAA അത് തീർച്ചയായും ഇവരുടെ ഈ മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഈ 18 തലകളുള്ള ഒരു രാക്ഷസൻ എന്ന് പറയുന്ന പോലെ ഈ മൾട്ടി ഹെഡഡ് ഡ്രാഗണിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡ്രാഗണിൻ്റെ മുന്നോട്ടുള്ള പോക്കിലാണ് ഈ സാധനം നടക്കുന്നത്. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എഫക്റ്റ് എന്നുള്ളത് നമ്മൾ ഈ 24 മണിക്കൂറിനകം തീരുമാനിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ചരിത്രത്തെ നോക്കണം, നമ്മുടെ ഒരു സെക്യുലർ പോളിറ്റിയുടെ അവസ്ഥ നോക്കണം. നമ്മുടെ സെക്യുലർ രാഷ്ട്രീയ നേതൃത്വം ഒരുപാട് കാലം മുമ്പേ ഉണ്ടാക്കിയിരുന്ന ഇപ്പോൾ മുലായം സിംഗ് യാദവിനെ പോലുള്ള ആൾക്കാർ, കൻഷറാമിനെ പോലുള്ള ആൾക്കാരൊക്കെ പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ ധാരയെപ്പറ്റി നമ്മൾ ആലോചിക്കണം. രാമനോഹർ ലോഹിയെ പോലുള്ള ആൾക്കാരുണ്ടാക്കിയിട്ടൊരു ഫിലോസഫിക്കൽ പ്രിസെപ്റ്റിനെ പറ്റി ആലോചിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്കൊരു വിധി പറയാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും സംഘപരിവാർ അവരുടെ പഴയ ഈ ഇന്ത്യൻ ഭരണഘടനയെ തുരങ്കം വയ്ക്കാനുള്ള പണികൾ എന്തൊക്കെയാണ്, അതിൻ്റെ പലതരത്തിലുള്ള പണികളുടെ ഒരു കൂട്ടത്തിലൊരു പണിയാണിത്. അത് അവർ പണിയെടുക്കുന്നു. മറുവശത്തുള്ള പണി നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. റൈറ്റ്. CAAക്ക് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കൽ ടൂളാണ്, ഡിവിസീവ് ടൂളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പരമാവധി കൊയ്തെടുക്കുക എന്നുള്ളതായിരിക്കും സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യവും. അതിനെ എങ്ങനെയാണ് സെക്യുലർ പൊളിറ്റി, നമ്മളുടെ ഇന്ത്യൻ സമൂഹം ഭരണഘടന നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ചെറുക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നന്ദി, വീണ്ടും കാണാം.